തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പരീക്ഷാ വിജയത്തിനായി പ്രാർത്ഥനാപൂർവം വിവേകാനന്ദ വിദ്യാലയം SSLC വിദ്യാർത്ഥികൾക്കായി അഗ്നിഹോത്രവും അനുഗ്രഹ സഭയും നടത്തി. ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിശേഷമായ അഗ്നിഹോത്രവും അനുഗ്രഹ സഭയും സംഘടിപ്പിച്ചു. പരീക്ഷാവേളയിലെ മാനസിക സമ്മർദ്ദം അകറ്റി ആത്മവിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി പരീക്ഷയെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ചടങ്ങിന്റെ പ്രധാന ലക്ഷ്യം. ഭാരതീയ പൈതൃകത്തിലെ അതിപുരാതനവും ശാസ്ത്രീയവുമായ ഒരു ആരാധനക്രമമാണ് അഗ്നിഹോത്രം. ഓം അയം ധൈത്മ ആത്മാ ജാതവേദസ്തേനേന്ദ്രസ്വ വർദ്ധസ്വ ചേതവർദ്ധയാ ച അസ്മാൻ പ്രജയാ പശുഭിർബ്രഹ്മവർച്ചസേനാനാധ്യേന സമേതയ സ്വാഹാ ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. പ്രകൃതിയിലെ ഊർജ്ജത്തെ ശുദ്ധീകരിക്കുകയും മനസ്സിന് ശാന്തിയും പോസിറ്റീവ് ചിന്തകളും പകരുകയും ചെയ്യുന്ന ഈ ചടങ്ങിലൂടെ വിദ്യാർത്ഥികളിൽ ശുഭപ്രതീക്ഷ വളർത്താൻ സാധിക്കുമെന്ന് വിദ്യാലയ അധികൃതർ വ്യക്തമാക്കി. അഗ്നിഹോത്രത്തിലൂടെ പുറത്തുവരുന്ന ഊർജ്ജം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അറിവ് നിലനിർത്തുവാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഓം തം ത്വാ സമിദ്ഭിരംഗിരോ ഹൃദേന വർദ്ധയാമസി ബൃഹശ്ശോപായമിഷ്ഠ്യ സ്വാഹാ ഇദമഗ്നയേ ആംഗിരസേ ഇദം നമഃ. അഗ്നിഹോത്രത്തിന് പിന്നാലെ നടന്ന അനുഗ്രഹ സഭയിൽ പരീക്ഷാ തയ്യാറെടുപ്പുകളെക്കുറിച്ചും സമയക്രമീകരണത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അധ്യാപകരും രക്ഷിതാക്കളും പങ്കുചേർന്ന ചടങ്ങിൽ പരീക്ഷാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു. ആധ്യാത്മിക പ്രഭാഷകൻ ബിജു നാരായണൻ നമ്പൂതിരി, പ്രധാന അധ്യാപകൻ KK രാജീവ് കുമാർ, PTA പ്രസിഡന്റ് മനു ബ്ലായിൽ, മാതൃസമിതി പ്രസിഡന്റ് ശ്രീജ, വിദ്യാലയ സമിതി ട്രഷറർ സോമശേഖര വാര്യർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തെ ഭയമില്ലാതെ നേരിടാൻ ഭാരതീയ വിദ്യാനികേതൻ വിഭാവനം ചെയ്യുന്ന ഇത്തരം മൂല്യാധിഷ്ഠിത ചടങ്ങുകൾ വിദ്യാർത്ഥികൾക്ക് വലിയ കരുത്താണെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.